ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. പ്രഗ്നൻസി ആയിക്കഴിഞ്ഞു മിസ്ഡ് പീരീഡ്സിന് മുന്നേ ആയിട്ട് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആദ്യ ലക്ഷണങ്ങളായിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മിസ്ഡ് പീരീഡ്സ് ആണ്. എന്നാലും അതിന് മുന്നേ കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം. അതായത് ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടാവും. അതായത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ബ്രസ്റ്റിന് ടെൻഡർ പോലെ ഫീൽ ചെയ്യും. പെട്ടെന്ന് നമുക്കൊരു സെൻസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. തൊടാനൊക്കെ ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റ് വലുതായിട്ട് തോന്നും. അതുപോലെ തന്നെ നിപ്പിൾസിൻ്റെ അവിടെ ഡാർക്കായിട്ട് തോന്നാറുണ്ട്. ഇതാണ് ഒരു ലക്ഷണം. രണ്ടാമതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ്. നമുക്ക് ഒരു ദിവസം കിടന്നുറങ്ങിയാൽ പോലും തീരാൻ പറ്റാത്ത ഒരു ക്ഷീണം പോലെ അനുഭവപ്പെടും. എത്ര കിടന്നാലും ആ ക്ഷീണം മാറാത്ത പോലെ തോന്നും. പിന്നെ ഉള്ളത് മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഈ ഓവുലേഷൻ്റെ ടൈമിൽ, പീരീഡ്സ് ടൈം ഓവുലേഷൻ ടൈമിൽ പൊതുവേ മൂഡ് സ്വിങ്സ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചിലർ മിക്കവാറും തെറ്റിദ്ധരിക്കാറുമുണ്ട്. ഇപ്പം ഗർഭിണികളായിക്കഴിഞ്ഞാലും ആ മൂഡ് സ്വിങ്സ് അങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇത് ഏതിൻ്റെയാണ് എന്നുള്ളത്. അപ്പോൾ മൂഡ് സ്വിങ്സ് ആണ് അടുത്ത ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നീട് ചിലർക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡ് ഉണ്ടാവും. അതായത് ചെറിയൊരു സ്പോട്ടിങ്ങോ ഒരു ബ്ലഡോ അല്ലെങ്കിൽ ചെറിയൊരു പിങ്ക് സ്പോട്ടോ ഒക്കെ ഡിസ്ചാർജ് ആയിട്ട് കാണുന്നുണ്ട്. ചിലർക്കേ കാണുള്ളൂ, ചിലർക്കത് കാണത്തില്ല. പിന്നെ മറ്റു ചിലർക്ക് വെജനൽ ഡിസ്ചാർജസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മളിപ്പം ഓവുലേഷൻ ടൈം ഉണ്ടാകുന്ന പോലുള്ള ഡിസ്ചാർജായിട്ട് വരാം. ചിലർക്ക് ചെറിയ വയറിൽ വേദന അനുഭവപ്പെടാം. കുറച്ച് അങ്ങനെ സഹിക്കാൻ പറ്റാത്തതായിട്ടല്ല, ചെറിയ രീതിയിലുള്ള വയറുവേദന വരാം. ചിലർക്ക് ഗ്യാസ് വന്ന് വീർത്തതുപോലെ വയറിങ്ങനെ ബ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നാം. ചിലർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ തോന്നും. ഇൻക്രീസ്ഡ് യൂറിനേഷൻ ഉണ്ടാവും. അതായത് കുറച്ച് നേരം യൂറിൻ പാസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെയും വീണ്ടും യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പ്രഗ്നൻസിയിലെ ഏർലി സിംറ്റംസ്, അതായത് ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മിസ്ഡ് പീരീഡ്സ് നമ്മൾ അറിയാമല്ലോ, എല്ലാവർക്കും മിസ്ഡ് പീരീഡ്സ് ആകുമ്പോൾ ആ മന്തിൻ്റെ ആ സമയത്ത് പീരീഡ്സ് ആയില്ലെങ്കിൽ ആ മിസ്ഡ് പീരീഡ് ഒരു ലക്ഷണമായിട്ട് പറയാം. പിന്നീടുള്ളത് നോസിയയും വൊമിറ്റിങ്ങുമാണ്. അതായത് ഓക്കാനും ഛർദി ഉണ്ടാകും. അതൊക്കെ കൂടുതലും 4 to 9 വീക്സിൽ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രഗ്നൻസി ആയിക്കഴിയുമ്പോൾ കാണുന്ന പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് അത് അറിയാതെ പോകുന്നു. ചിലർക്ക് ഒരു ലക്ഷണങ്ങളും കാണത്തില്ല, മറ്റു ചിലർക്ക് ലക്ഷണങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്ഡ് പീരീഡ്സ്, അതായത് പീരീഡ്സ് ആയില്ല, ആ മന്ത് പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ഡേയ്സും കൂടെ വെയിറ്റ് ചെയ്യുക. 10 ഡേയ്സിലും പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് എന്താണ് അതിൻ്റെ കാരണം, പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് വിവാഹം കഴിഞ്ഞ ആൾക്കാർ, അതായത് കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ആ സമയം, അതായത് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും തോറും നമുക്ക് കൂടുതൽ കെയറിങ് പ്രഗ്നൻസിക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ്. അല്ലെങ്കിൽ നമ്മൾ പലതരം യാത്രകൾ, പലതരം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അത് പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം, പീരീഡ്സ് പറഞ്ഞ ഡേറ്റിൽ നിന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.